The coordinate of the vertices of a triangle are 3, 5, 9, 13, 10, 6. Prove that this triangle is isosceles. Calculate its area. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3, 5, 9, 13, 10, 6 എന്നിവയാണ്. ഈ ത്രികോണം സമപാർശ്വമാണെന്ന് തെളിയിക്കുക. അതിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കണം, ഐസോസിലസ് ആണെന്ന് തെളിയിക്കുകയും വേണം. അതേപോലെ തന്നെ ഇതിന്റെ പരപ്പളവും കാണണം. എന്താണ് ഐസോസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമപാർശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ സമപാർശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വശങ്ങൾ തുല്യമായാൽ അത്തരം ത്രികോണങ്ങളെയാണ് സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും ഒന്ന് കണ്ടുപിടിക്കാം. എ ബി സി എന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. x1 - x2² + y1 - y2². എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിന്റെ സ്ക്വയർ. വൈകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഞാൻ 9 - 3 (13 - 5)². 9 - 3 പോയാൽ 6 കിട്ടും. 13 - 5 പോയാൽ 8 കിട്ടും. 6ന്റെ സ്ക്വയർ അഥവാ 6 × 6 എത്രയാ? 36. 8ന്റെ സ്ക്വയർ അറിയുമ്പോൾ 8 × 8 64. ഇനി ഇത് രണ്ടും കൂട്ടുക. 36 64 കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എ ബിയുടെ നീളം കിട്ടി. എത്രയാ? √100 അഥവാ 10. ഓക്കെ, ഇനി ബി സി കാണാം. ബി സി കാണാന് 10 - 9 (2), 6 - 13 (2). 10 - 9 പോയാൽ 1 കിട്ടും. ദെൻ 16 - 13 പോയാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 13 - 6 പോയാൽ 7, വലുതിന്റെ ചിഹ്നം മൈനസ്, അപ്പൊ മൈനസ്. ദെൻ 1ന്റെ സ്ക്വയർ 1, -7ന്റെ സ്ക്വയർ 49 കിട്ടും. അപ്പൊ 49 1 50. 50ന് റൂട്ട് ഇല്ല, അപ്പൊ അത് √50 ആയിട്ട് അവിടെ കടന്നോട്ടെ. ഓക്കെ, ഇനി അടുത്തത് എ സി കാണാം. എ ബി കണ്ടു, എ ബി 10 കിട്ടി. ബി സി കണ്ടു, √50 കിട്ടി. ഇനി എ സി കാണാം. അപ്പോ 10 - 3 (2), 6 - 5 (2). 10 - 3 പോയാൽ 7 കിട്ടും. 6 - 5 പോയാൽ 1. 7ന്റെ സ്ക്വയർ എത്രയാ? 7 × 7 49. 1ന്റെ സ്ക്വയർ 1. അതും നമുക്ക് കിട്ടി √50. അപ്പൊ നമുക്ക് കിട്ടിയ വശങ്ങൾ ഞാൻ ആ ട്രയാങ്കിൾസിന് ഒന്ന് കൊടുത്തു. എ ബി 10 ആണ്. ഇത് ഞാൻ ഏരിയ കാണാൻ വേണ്ടി ഒരു ഹൈറ്റ് വരച്ചാണ് കേട്ടോ. എ ബി 10 ആണ്. ഒരു വശം √50 ആണ്, മറ്റേ വശം √50 ആണ്. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമായാൽ അത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണാണെന്ന് കിട്ടി. എ ബി സി എന്താണ്? സമപാർശ്വ ത്രികോണാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി അടുത്തത് ഇതിന്റെ ഏരിയ കാണണം. ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹാഫ് BH. ഞാൻ ഇവിടെ ഹൈറ്റ് വരച്ചിട്ടുണ്ട്. സമപാർശ്വ ത്രികോണങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരക്കുന്ന വര എതിർവശത്തെ സമഭാഗം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഡിയുടെ സൂചകസംഖ്യ കിട്ടിയാൽ നമുക്ക് സി ഡിയുടെ ലെങ്ത് കാണാമല്ലോ, ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട്. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ഡിയുടെ സൂചകസംഖ്യ കാണാം. ഓക്കെ, അപ്പോ എക്സുകൾ തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി കാണുക. വൈകൾ തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി കാണുക. അപ്പൊ എക്സുകൾ തമ്മിൽ കൂട്ടി 3 + 9/2. അടുത്തത് 5 + 13/2. അപ്പോ 9 3 കൂട്ടിയപ്പോ 12, 5 13 കൂട്ടിയപ്പോ 18. 12ന്റെ പകുതി 6, 18ന്റെ പകുതി 9. അപ്പൊ ഡിയുടെ ലെങ്ത് കിട്ടിയ എത്ര? അല്ലെങ്കിൽ ഡിയുടെ സൂചകസംഖ്യ കിട്ടി 6, 9. ഇനി സി ഡിയുടെ ലെങ്ത് കാണാം. √6 - 10 (x2 - x1), 6 - 10 (2), 9 - 6 (2). 6 ന്ന് 10 പോയാൽ -4 എന്ന് കിട്ടും. അപ്പൊ -4ന്റെ സ്ക്വയർ. പിന്നെ 9 ന്ന് 6 പോയാൽ 3 കിട്ടും. 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാ? -4 × -4 16 കിട്ടും. 3 × 3 9. 16 9 കൂട്ടിയാൽ 25 കിട്ടും. √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോ ഹൈറ്റ് കിട്ടിയ എത്രയാ? 5. സി ഡി ആണല്ലോ ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കിട്ടിയ എത്രയാ? 5. ബേസ് കിട്ടി 10. ഇനി ഏരിയ കാണാലോ. ഹാഫ് BH. ഏരിയ ഈക്വൽ ടു ഹാഫ് BH. അപ്പൊ ഹാഫ് × 10 × 5. 10ന്റെ പകുതി. ഹാഫ് × 10 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി എത്രയാ? 5. അപ്പൊ 5 × 5 25 എന്ന് കിട്ടും. അപ്പൊ ഏരിയ എത്രയാ? 25. ഓക്കെ.